ഉപബോധനം അല്ലെങ്കിൽ പാസ്റ്ററൽ കൗൺസിലിംഗ് എന്നതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ തുടങ്ങി വെച്ചത് അല്ലേ. അപ്പോൾ അതിന്റെ ചില ആമുഖമായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. എന്താണ് കൗൺസിലിംഗ് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. സന്തോഷത്തിലും സന്തോഷമുള്ള അല്ലെങ്കിൽ ഒരു സാധാരണ വ്യക്തിയെ, സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷാദം അല്ലെങ്കിൽ സന്തോഷമില്ലായ്മ, പ്രതിസന്ധിയെ പരിഹരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ് കൗൺസിലിംഗ് അല്ലെങ്കിൽ ഉപബോധനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കപ്പെടുവാനായിട്ട് ഇടയായി. അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള പ്രതിസന്ധികൾ അവരുടേതായ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള പ്രതിസന്ധി ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അപ്പോ അങ്ങനെ ആ വ്യക്തിക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്ത വരുന്ന അവസരങ്ങളിൽ നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ മനസ്സിനുണ്ടാകുന്ന പ്രയാസങ്ങൾ ഒരു വ്യക്തിയോടുകൂടി അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയോടൊപ്പം തുറന്നു പറയുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ആ ഒരു ഉൾക്കാഴ്ചയാണ് കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സിന് ഒരു ഡെഫിനേഷൻ നമ്മൾ മനസ്സിലാക്കപ്പെടാനായിട്ടിടയായി. ആ ഡെഫിനേഷൻ ഒന്ന് വായിക്കാമോ ഒരാൾക്ക്? നമ്മൾ എഴുതിയ ഒരു ഡെഫിനേഷൻ, ഒരു നിർവചനം. പ്രശ്നങ്ങളുടെ നൂലാമാലകളിൽ കുടുങ്ങി ദുഃഖം, നിസ്സഹായത, നിരാശ, കോപം, അപകർഷതാബോധം, കുറ്റബോധം, നഷ്ടബോധം എന്നീ സ്ഥിതിയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ നിഷ്പക്ഷമായി നിന്ന് അവരുടെ വികാരങ്ങളിൽ വൈകാരികമായി പങ്കുചേരാതെ പക്വമായ തീരുമാനമെടുക്കുവാൻ സഹായിക്കുന്നതാണ് കൗൺസിലിംഗ്. ഓക്കെ, അപ്പോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിഷ്പക്ഷമായി നിന്ന് അവരുടെ വികാരങ്ങളിൽ വൈകാരികമായി പങ്കുചേരാതെ പക്വമായ തീരുമാനമെടുക്കാൻ അത്തരത്തിലുള്ള വ്യക്തികളെ സഹായിക്കുന്ന ഒരു തരം പ്രക്രിയയാണ് കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റൊരു ഡെഫിനിഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, സ്വന്തം മനസ്സിലെ സങ്കീർണമായ വിരുദ്ധ സ്വഭാവങ്ങളെ അല്ലെങ്കിൽ വിരുദ്ധ ഭാവങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി അതുവഴി ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾക്ക് സ്വയം പരിഹാരം കണ്ടെത്താൻ ഒരാളെ സഹായിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ആ ഡെഫിനേഷൻ ഒന്നുകൂടെ നിർത്തി പറയാം. സ്വന്തം മനസ്സിലെ സങ്കീർണങ്ങളായ വിരുദ്ധ ഭാവങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി അതുവഴി ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾക്ക് സ്വയം പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്നതാണ് കൗൺസിലിംഗ്. അപ്പോ എന്താണ് കൗൺസിലിംഗ്? സ്വന്തം മനസ്സിലെ സങ്കീർണങ്ങളായ വിരുദ്ധ ഭാവങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി അതുവഴി ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾക്ക് സ്വയം പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്നതാണ് കൗൺസിലിംഗ്. അപ്പോ ഇതിൽ പരിഹാരം ആരാണ് കണ്ടെത്തേണ്ടത്? ഒരു പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പ്രശ്നകലുഷിതമായിട്ട് മനസ്സിൽ സംഘർഷവും വിഷാദമായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രശ്ന പരിഹാരം കണ്ടെത്തുന്ന ആരാണ്? ആ വ്യക്തി തന്നെയാണ്, അല്ലേ? പക്ഷേ ആ വ്യക്തിയെ പരിഹാരം കണ്ടെത്താനായിട്ട് മറ്റൊരാൾ സഹായിക്കുന്ന ഒരു പ്രക്രിയയാണ്.
അല്ലെ? ഇവിടെ കൗൺസിലർ എന്ന വ്യക്തി ചിലപ്പോൾ അവരെ തുറന്നു പറയാനായിട്ട് അവരെ സഹായിക്കുന്നു, തുറന്നു പറയാനായിട്ട് ഉള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ പ്രതിസന്ധിയിലൂടെ കടന്നു വരുന്ന വ്യക്തി ആ പ്രതിസന്ധികളെ കുറിച്ച് തുറന്നു പറയാനായിട്ടൊരു മനസ്സ് ഉണ്ടാകണം, അല്ലെ? അപ്പോൾ എല്ലാവരും അത് തുറന്നു പറയത്തില്ല. ചിലർ പറയും, ഓക്കെ, ഈയിടെയായിട്ട് എനിക്ക് മനസ്സിന് വളരെ അസ്വസ്ഥമാണ്, എന്തിനും ഏതിനോടൊരു താല്പര്യമില്ലായ്മ ഒക്കെ ജീവിതത്തിൽ ബാധിക്കുന്നു എന്നൊക്കെ പറയും, അല്ലെ? അപ്പോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, അങ്ങനെയുള്ള അവസരങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. കൗൺസിലിംഗ് എന്ന് പറയുന്നത് മറ്റൊരു ആൾക്ക് സഹായിക്കാൻ കഴിയും, പക്ഷേ യഥാർത്ഥമായിട്ട് കൗൺസിലിംഗ് ആ വ്യക്തിക്ക് ഉപകാരപ്രദമാകുന്നത് ആ വ്യക്തിയുടെ പ്രയാസങ്ങൾ നമ്മൾ തുറന്നു പറയുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ഉൾക്കാഴ്ച, ഒരു ഇൻസൈറ്റ്. അപ്പോൾ ഒരു കൗൺസിലർ എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു കൗൺസിലറുടെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ കക്ഷി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പറയുമ്പോൾ തന്നെ കൗൺസിലർ എന്ന നിലയിൽ പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ചിലപ്പോൾ ആ പറയപ്പെടുന്ന പ്രയാസത്തിന് പരിഹാരം, റെഡിമെയ്ഡ് ആൻസർ കൗൺസിലർക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവർക്ക് അത് പരിഹാരമായി തീരത്തില്ല. ഒരു നിശ്ചിത സമയത്തേക്ക് ഒരു ആശ്വാസമായിരിക്കും. ഇപ്പോ നമ്മുടെ ചെരുപ്പ് നമുക്ക് മാത്രമേ അത് കറക്റ്റായിട്ട് ഭാഗമാകുള്ളൂ, അല്ലേ? അപ്പോ മറ്റൊരാൾക്ക് താൽക്കാലികമായിട്ടാണെങ്കിൽ ആ ചെരുപ്പ് അല്പം ഉപയോഗിക്കാം, പക്ഷെ അത് ശാശ്വതമായിട്ടൊരു പരിഹാരമല്ല, ഉപയോഗിക്കാൻ പറ്റത്തില്ല. എന്നതുപോലെ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രതിസന്ധി ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കാം, എങ്കിലും അവരുടേതായിട്ടുള്ള മനസ്സിലുണ്ടാകുന്ന സംഘർഷ അവസ്ഥ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അതുകൊണ്ട് അവർ തന്നെ തുറന്നു പറയുന്നതിലൂടെ ആണ് ആ ഒരു ഇൻസൈറ്റ്, ആ ഒരു ഉൾക്കാഴ്ച ഉണ്ടാകുന്നത്. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാനിതാ പറയുന്നത്, ഇപ്പൊ എനിക്കൊരു പ്രയാസം ഉണ്ടെങ്കിൽ, എൻ്റെ മനസ്സിലൊരു അസ്വസ്ഥത ഉണ്ടെങ്കിൽ, ഞാൻ മനസ്സിലിട്ടിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മുടെ മനസ്സിലെ അവസ്ഥകൾ എന്താണെന്ന് അറിയാം. നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ 139 സങ്കീർത്തനം പഠിക്കുന്നു, ദൈവം സ്വർഗത്തിലും തന്നെ ദൂരത്തിരുന്ന് തന്നെ നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ എന്ത് ചെയ്യുന്നു? ഗ്രഹിക്കുന്നു, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, അടുത്ത് എന്താ പറയാൻ പോകുന്നു എന്നൊക്കെ ദൈവത്തിന് അറിയാം. പക്ഷേ ഒരു കൗൺസിലർ എന്ന നിലയിൽ ആ ഒരു വ്യക്തിക്ക്, മനുഷ്യനും പരിമിതികളുണ്ട്. അപ്പോൾ തന്നെ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു പരിഹാരം, നമുക്ക് ഒരു സൊല്യൂഷൻ നമ്മിൽ നിന്ന് ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പറയണം, അല്ലേ? എന്താ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ എന്താ പറയുന്നത്? 4-ാം അധ്യായം 6-ാമത്തെ വാക്യത്തില്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എന്നിട്ട് പറയുന്നത് എന്തിനാ? പിന്നെ എന്തിനും എല്ലാറ്റിനും പ്രാർത്ഥനയിലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കണം, അല്ലെ? അപ്പോ നമ്മൾ വിചാരപ്പെടുന്നതിൽ ഒരു മുഴം കൂട്ടുവാനോ ഒരു മുഴം കുറയ്ക്കുവാനോ ആർക്കും കഴിയുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? നമുക്ക് നമ്മുടെ ആയുസ്സിനോട് ഒരു മുഴം കൂട്ടുവാനോ കുറയ്ക്കുവാനോ ഒന്നിനും കഴിയുകയില്ല. അപ്പോ അവിടെ വായിക്കുന്നത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. അപ്പോൾ വിചാരങ്ങളും വികാരങ്ങളും ചിന്തിക്കുവാനും യുക്തിപൂർവം ചെയ്യുവാനൊക്കെയുള്ള കഴിവ് ദൈവം മനുഷ്യർക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെ? ദൈവം മനുഷ്യർക്ക് മാത്രമാണ് നൽകിയിരിക്കുന്നത്. മറ്റ് സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തരമായിട്ട് ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും തന്റെ കരത്താൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ വിചാരങ്ങളും നാളെക്കുറിച്ചുള്ള ആകുലതകളും മനുഷ്യന് ഉണ്ടാകും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യരല്ല, അല്ലെ? നാളെത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മിൽ ഇല്ല എങ്കിൽ ഒരു തരത്തിൽ, അപ്പോ നമ്മൾ ഈ സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജി പഠിക്കുമ്പോൾ there are 2 types of psychology, abnormal psychology and normal psychology. അപ്പോൾ ഈ നോർമൽ ആൻസൈറ്റി ആൻഡ് അബ്നോർമൽ ആൻസൈറ്റി. അപ്പൊ നോർമൽ ആൻസൈറ്റി, സാധാരണമായിട്ടുള്ള ഉത്കണ്ഠ എല്ലാവർക്കും ഒരു പരിധി വരെ ആവശ്യമാണ്, അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്കൊരു വിലയില്ലാതെ എല്ലാ കാര്യങ്ങളും ഒരു ലൈറ്റായിട്ട് ഒന്ന് ഉത്സാഹത്തോടെ ചെയ്യാനായിട്ട് ഒരു മനസ്സ് കാണത്തില്ല. നമുക്കൊരു തരം ഉത്കണ്ഠ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ഇന്ന്, ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞായറാഴ്ച വിശുദ്ധ സഭാരാധന മുടക്കാതെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തലേന്നേ ഒരു
ഒരു ആകുലത ഉണ്ടാകും അല്ലെ? എന്തിനെ കുറിച്ചുള്ള ആകുലതയാണ്? എനിക്ക് സമയത്തിന് ആരാധനയ്ക്ക് പോകണം, അപ്പൊ ഇന്ന കാര്യങ്ങൾ ആരാധനയ്ക്ക് പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ? ചിലപ്പോൾ കുക്കിംഗ് ചെയ്യണം, കുഞ്ഞുങ്ങളെ കാര്യങ്ങളെ ചെയ്യണം. അപ്പൊ ഇത്ര മണിക്ക് എണീറ്റാല് എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ചെയ്തിട്ട് കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഒക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്ത് ആഹാരമൊക്കെ പാചകം ചെയ്തിട്ട് കൃത്യമായിട്ട് സമയത്തിന് മുമ്പ് ആരാധനയ്ക്ക് പോകാൻ കഴിയും എന്നുള്ള ഒരു ആൻസൈറ്റി. അത് നോർമൽ ആൻസൈറ്റി ആണ്, അത് സാധാരണമായിട്ടൊരു ഉത്കണ്ഠയാണ് അല്ലെ? ആ ഉത്കണ്ഠ ഉള്ളത് കൊണ്ടാണ് നമുക്കൊരു ചിന്താബോധം വരുന്നത്, കാര്യങ്ങൾ ക്രമീകൃതമായിട്ട് ചെയ്യണമെന്നുള്ള ഒരു 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 ദാഹം, ഒരു വാഞ്ച ഉണ്ടാകുന്നത്. പക്ഷേ അത് അബ്നോർമൽ ആയി തീരരുത്, അസാധാരണമായി തീരരുത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനങ്ങൾ ഓടിക്കുന്നവരുണ്ടാകാം അല്ലെ? അപ്പൊ നമുക്ക് എതിരെ ഒത്തിരി വാഹനങ്ങൾ വരും. അപ്പോ എന്ന് പറഞ്ഞ് എല്ലാ വാഹനങ്ങളും നമ്മുടെ നേരെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഓടിക്കുന്ന ദിശയിലോട്ടാണ് ആ വാഹനം വരുന്നെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ഉത്കണ്ഠാകുലായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരിഞ്ച് പോലും പിന്നോട്ട് ഓടിക്കാൻ പറ്റത്തില്ല അല്ലേ? നമ്മൾ വാഹനം ഇവിടെ നിർത്തിയിട്ട് എല്ലാ വാഹനം പോകട്ടെ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കും അല്ലേ? അപ്പോ വാഹനങ്ങൾ വരും, ഓക്കെ, നമുക്കൊരു ഡ്രൈവിംഗ് എന്ന് പറയുന്ന വിശ്വാസമാണ്. ഓക്കെ, അവർക്ക് അവരുടേതായ സൈഡിലൂടെ പോകും, നമ്മൾ നോക്കി പോകണം എന്നുള്ള ഒരു വിശ്വാസമാണ് അല്ലേ? അപ്പോൾ രണ്ട് തരത്തിലുള്ള ആൻസൈറ്റി, നോർമൽ ആൻസൈറ്റി ആൻഡ് അബ്നോർമൽ ആൻസൈറ്റി. അപ്പോൾ അബ്നോർമൽ, അസാധാരണമായിട്ടുള്ള ഉത്കണ്ഠ ഉണ്ടാകുമ്പോഴാണ് അത് കൗൺസിലിങ്ങിലൂടെ നിൽക്കത്തില്ല, അത് സൈക്കാട്രിസ്റ്റിനെ കാണേണ്ട അവസ്ഥകളൊക്കെ വരും അല്ലെ? അകാരണമായിട്ടുള്ള ഭയം, അകാരണമായിട്ടുള്ള ഉത്കണ്ഠ, ഇറാഷണൽ ബിഹേവിയർ എന്നൊക്കെ പറയുന്നത്, അകാരണമായിട്ടുള്ള പെരുമാറ്റ രീതികൾ, കോപം നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ? മനുഷ്യരായിരിക്കുമ്പോൾ കോപമുണ്ട്. പക്ഷെ ബൈബിൾ എന്താ പറയുന്നത്? കോപിച്ചാൽ പാപം ചെയ്യരുതെന്ന്. ഓക്കെ, അപ്പൊ പറവാൻ വേഗതയും കേൾപ്പാൻ വേഗതയും പറവാൻ താമസം, ക്വിക്ക് ടു ലിസൺ സ്ലോ ടു സ്പീക്ക് എന്ന അല്ലേ എന്നാ വചനം പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ദേഷ്യം ഉണ്ടായല്ലേ? ചാട്ടുപാറൊക്കെ എടുത്ത് വാണിഭക്കാരെയും കച്ചവടക്കാരെയൊക്കെ അടിച്ചു പുറത്താക്കി. അപ്പോൾ തന്നെ യേശുവിന് ഇമോഷൻ ഉണ്ടായി. ലാസറിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ വന്ന് യേശു കരഞ്ഞു അല്ലേ? തന്റെ സ്നേഹിതൻ മരിച്ചു എന്ന മരണ വാർത്ത കേട്ടിട്ട് മാനുഷ്യമായിട്ട് കരഞ്ഞു. പക്ഷെ തന്റെ ദൈവത്വത്തിൽ ലാസറിനെ ഉയർപ്പിച്ചിട്ട് അവിടെ നിന്ന് പോയത് അല്ലേ? അപ്പോ കർത്താവിന് വിശന്നു, ദാഹിച്ചു. അപ്പോ മാനുഷ്യമായിട്ട് ഇതൊക്കെ ഉണ്ടായി. അപ്പോ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരാണെങ്കിൽ ഇതെല്ലാം ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വരും. പക്ഷെ അത് അസാധാരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുമ്പോഴാണ് നമുക്കത് പരിഹരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. അത് മാനസികമായിട്ടുള്ള സന്തുലിതാവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ഒരു ജീവിതത്തിൽ ഒരു ഭാരം വരുമ്പോൾ ഒന്നിൽ നമ്മൾ ദൈവത്തോട് ഭാരം എന്ത് ചെയ്യണം? ഇറക്കി വയ്ക്കണം. 55-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല. എന്ന് പറഞ്ഞാൽ ഒരു ദൈവവേദനയിൽ കുലുക്കം വരത്തില്ല എന്നല്ല അല്ലെ? കുലുക്കം ഉണ്ടാകും, പക്ഷേ അവൻ കുലുങ്ങിപ്പോകാൻ ഒരു നാൾ എന്ത് ചെയ്യില്ല, അതിൽ തകർന്നു പോകാനായിട്ട് ദൈവം എന്ത് ചെയ്താൽ ഒരു നാളും സമ്മതിക്കുകയില്ല എന്നുള്ളത്. അപ്പോ വചനം പറയുന്നത് എന്താണ്? നമ്മുടെ ഭാരം ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുക. ജീവിതത്തിൽ ആകുലതകളും ഭാരങ്ങളും ഇല്ലാത്ത ആരും തന്നെ ഭൂമിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അസാധാരണ മനുഷ്യരാണ് അല്ലെ? ജീവിതത്തിൽ ഒന്നെങ്കിൽ മറ്റൊരു ഭാരം ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഓക്കെ, ചിലരൊക്കെ പറയും എനിക്കൊരു ഭാരവും ഇല്ല. അപ്പോ അവര് സംസാരിച്ച് വരുമ്പോഴായിരിക്കും മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഭാരം ആ വ്യക്തിക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അപ്പോ സ്വന്തം മനസ്സിലെ സങ്കീർണങ്ങളായ വിരുദ്ധഭാവങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി അതുവഴി ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾക്ക് സ്വയം പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്ന പ്രക്രിയ. അപ്പോ ഈ പരിഹാരം കണ്ടെത്തേണ്ടത് സ്വയമാണല്ലേ? ആ വ്യക്തി തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനിക്ക് ഞാൻ ഇച്ചിരി കൂടെ ക്ലാരിറ്റി ആയിട്ടത് പറയാം. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, കൗൺസിലിങ്ങിന് വരുമ്പോൾ ഒരു കൗൺസിലർ അല്ല ഒരിക്കലും പരിഹാരം കൊടുക്കുന്നത്. കൗൺസിലർ ആ വ്യക്തിയുടെ പ്രയാസങ്ങളെ തുറന്നു പറയിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുകയാണ്. പക്ഷെ നമുക്ക് തുറന്നു പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ തുറന്നു പറയുന്നതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. സ്വയം ഓക്കെ, എന്റെ കാരണം അല്ലെങ്കിൽ എന്റെ പ്രയാസത്തിന്റെ കാരണം എന്താണെന്ന്
അവർക്ക് തന്നെ ബോധ്യമുണ്ടാകും. അല്ലെ? അല്ല, ഒരു പ്രയാസത്തിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ്, അല്ലെങ്കിൽ അതല്ലേ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കും. ഓക്കെ, പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കാം. ചിലപ്പോൾ ഒരു കൺഫ്യൂഷനിൽ നിൽക്കും. നമ്മുടെ പ്രയാസങ്ങൾക്കൊക്കെ ഏകദേശം കാരണം എന്ന് പറയുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, അല്ലെ? തെറ്റിദ്ധാരണകളാണ്. ഏകദേശം ഇഷ്യൂസിന്, പ്രയാസങ്ങൾക്ക്, കലാപങ്ങൾക്ക്, വിഷമങ്ങൾക്ക് കാരണമാകുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, തെറ്റിദ്ധാരണകളാണ്, അല്ലെ? അപ്പോ ആ തെറ്റിദ്ധാരണകളെ ഓപ്പണായിട്ട് സംസാരിക്കാനും, അപ്പൊ പറയേണ്ടടുത്ത് സംസാരിക്കാനും, ചിലരൊക്കെ മനസ്സിൽ ദേഷ്യം ഇങ്ങനെ വച്ചിരിക്കുമല്ലോ, മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അത് അതേപടി വിശ്വസിക്കും. അത് ഒരിക്കലും നല്ലതല്ല. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ വ്യക്തി അറിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കത്തില്ല, പക്ഷെ പറയാണ് നിങ്ങളെക്കുറിച്ച് ഇന്ന വ്യക്തി ഇന്നതുപോലെയൊക്കെ സംസാരിച്ചു, പക്ഷേ അവര് ചുമ്മാ അങ്ങനത്തെ ഒരു അസുഖമുള്ള വ്യക്തിയായിരിക്കാം, മറ്റുള്ളവരെ കുറിച്ച് പരദൂഷണം പറയുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, അങ്ങനെ പറയാൻ സാധ്യതയില്ല, ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ഒരു തെളിവ് എന്തെങ്കിലും ചോദിക്കാം നമുക്ക്, അല്ലേ? അപ്പോ ഈ അനുമാനം, ഈ എന്തോ ഒരു സാങ്കല്പികമായിട്ട് ചിന്തിച്ചിട്ട് എന്നാൽ അവര് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന ചിന്ത, ഒരുപക്ഷെ ആ യഥാർത്ഥമായ വ്യക്തി അങ്ങനെ സംസാരിക്കാനായിട്ട് ഇടയാകത്തില്ല. ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും നമ്മളെ കുറിച്ചുള്ള പറഞ്ഞത്, അപ്പൊ ഈ കേട്ടോണ്ടിരുന്ന വ്യക്തിക്ക് ദഹിച്ചില്ല, അതുകൊണ്ടാണ് അവര് ഇച്ചിരി കൂടെ കയ്യെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ അത് ശരി തന്നെയോ എന്ന് മനസ്സിലാക്കി സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് ഒരു വ്യതിയാനം ഉണ്ടാകാനായിട്ട് കഴിയുമെന്നുള്ളത്. ഇനി ഇത്തരത്തിലുള്ളതാണ് കൗൺസിലിങ്ങിന്റെ നിർവചനം എന്ന് പറയുന്നത്. ഇനി കൗൺസിലിങ്ങിന്റെ ഉദ്ദേശം എന്താണ്? കൗൺസിലിങ്ങിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഉപബോധനത്തിന്റെ ഉദ്ദേശം. The purpose of counseling. The purpose of counseling. നമ്മൾ ബിബ്ലിക്കൽ കൗൺസിലിംഗ് ആണ്, അല്ലെങ്കിൽ പാസ്റ്ററൽ കൗൺസിലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടും ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള ക്രിസ്ത്യൻ കൗൺസിലിംഗ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോ കൗൺസിലിങ്ങിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും സുവിശേഷീകരണത്തിന് അനിഷേധ്യവും ഫലപ്രദവുമായ ഒരു മാർഗമായി ഫലപ്രദവുമായ ഒരു മാർഗമാണ് കൗൺസിലിംഗ്. ഫലപ്രദമായ ഒരു മാർഗമാണ് കൗൺസിലിംഗ്. അപ്പോ ഒരുപക്ഷെ നമുക്ക് ഇന്നത്തെ സാഹചര്യം നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ സുവിശേഷം ഡയറക്റ്റ് അല്ലെങ്കിൽ നേരിട്ട് പറയാൻ ഇച്ചിരി പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്, അല്ലേ? നമ്മുടെ കേരളത്തിൽ പോലും അതിന് സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടേ? വ്യക്തികളെ ഒന്ന് മനസ്സിലാക്കാനും ഒരു ഫ്രണ്ട്ഷിപ്പ് അവരുമായിട്ട് രൂപീകരിക്കാനായിട്ടൊക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്നേഹബന്ധത്തിലൂടെ, സൗഹൃദത്തിലൂടെ നമുക്ക് ആ വ്യക്തിയെ നേടാനായിട്ട് കഴിയും. ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞു വരുന്നത് പണ്ടുള്ളതുപോലെ അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നത് പോലെ നേരിട്ട് സുവിശേഷം പറയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഈ കൗൺസിലിംഗ് ടെക്നിക്, കൗൺസിലിംഗ് പ്രോസസ്സിലൂടെ, അല്ലെങ്കിൽ ആ കൗൺസിലിംഗ് പ്രോസസ്സ് എന്താണ്? സൗഹൃദം സ്ഥാപിക്കലാണ്, അല്ലെ? മറ്റുള്ളവരുമായിട്ടൊരു ബന്ധം, ഒരു ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ സൗഹൃദത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വ്യക്തിയെ അവരുടെ കാര്യങ്ങൾ കേൾക്കാനും മനസ്സിലാക്കാനും അംഗീകരിക്കാനും ഒക്കെ കഴിയും, അല്ലെ? അപ്പോ സ്വാഭാവികമായിട്ടും
ഒരു വ്യക്തി നമ്മോടൊപ്പം ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ അവരുടെ പ്രയാസങ്ങളെ അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ തുറന്നു പറയാനായിട്ട് ശ്രമിക്കും അല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ചോദിക്കും. ഓക്കെ, അപ്പൊ നമുക്കൊരു അവസരം ഉണ്ടാവും. ഓക്കെ, ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഭാരപ്പെടേണ്ട. ചിലപ്പോൾ നമ്മുടെ ടെസ്റ്റിമണിയൊക്കെ പറയേണ്ട അവസരങ്ങളുണ്ടാവും. ഞാനും ഇത്തരത്തിൽ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒക്കെ അനുഭവിച്ച വ്യക്തിയാണ്. പക്ഷേ ഇത്രയൊക്കെ പ്രതിസന്ധികൾ ഇപ്പോഴും ഉണ്ടെങ്കിലും എനിക്ക് അതിൽ നിന്നൊക്കെ അതിന്റെ നടുവിനെ സന്തോഷിപ്പാനായിട്ട് കഴിയുന്നു. അപ്പൊ അവർ ചോദിക്കും, എന്താ അതിന് കാരണം? അത് ഒന്നുമല്ല, എനിക്ക് കർത്താവായ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസമാണ് അല്ലേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് അസാധ്യമായതൊന്നുമില്ല എന്ന് പറഞ്ഞ് കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ സാഹചര്യത്തിനൊത്തവണ്ണം സന്ദർഭത്തിനൊത്തവണ്ണം ആ വ്യക്തിയോട് നമ്മൾ നേരിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? യേശുവിനെ കുറിച്ച് പറയുകയാണല്ലേ. അപ്പോ അവർ തീർച്ചയായിട്ടും കേൾക്കും. അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാൻ പറ്റും, നമുക്ക് ഓക്കെ, ഞാൻ താങ്കളുടെ വിഷയത്തിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങയുടെ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം അതിലൊരു പരിഹാരം തരും എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും അല്ലെ. അപ്പോ തീർച്ചയായിട്ടും നമ്മൾ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം, പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനെ അറിയുന്നില്ല അല്ലേ. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനെ അറിയുന്നില്ല. അപ്പോ നമ്മൾ പുത്രൻ മുഖാന്തരം യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരുമെന്ന വചനത്തിനുള്ളത്. അപ്പോ തീർച്ചയായിട്ടും ദൈവം അഭിമുഖീകരിക്കുന്ന പ്രയാസത്തിൽ നിന്ന് ആ വ്യക്തിക്ക് ഒരു വിടുതൽ നൽകും അല്ലേ. തീർച്ചയായിട്ടും അടുത്ത ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ തന്നെ പറയാതെ അവരിങ്ങോട്ട് പറയും അല്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എനിക്കൊരു സന്തോഷം ഉണ്ടായി, ഇനി ഒരു പ്രാർത്ഥന വിഷയമുണ്ട് എന്ന് പറയും അല്ലേ. തീർച്ചയായിട്ടും ഇങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് ഇച്ചിരിയുടെ സ്വാതന്ത്ര്യം കിട്ടുകയാണ്. അവരെ ഒരു ആരാധനയ്ക്ക് ക്ഷണിക്കാനായിട്ടുള്ള ഒരു അവസരം, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ തന്നെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വയ്ക്കുമ്പോൾ ഇന്നൊരു സ്പെഷ്യൽ പ്രോഗ്രാം ഞങ്ങളുടെ സഫായി ഭവനത്തിലുണ്ട് എന്നൊക്കെ പറഞ്ഞവരെ ക്ഷണിക്കാനായിട്ട് കഴിയില്ല. അവരുടെ പ്രയാസങ്ങൾ, ഇന്ന് ജനം ആഗ്രഹിക്കുന്നത് പ്രതിസന്ധികളെ കേൾക്കാനായിട്ടുള്ള രണ്ട് ചെവികളാണ് അല്ലെ. എല്ലാവർക്കും പറയാൻ ഒത്തിരി ഉണ്ട്, പക്ഷെ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്റെ പ്രയാസങ്ങളെ കേൾക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള ചോദ്യചിഹ്നത്തോടുകൂടെ നടക്കുന്നവരാണ്. കാശിന് കാശുണ്ട്, സൗകര്യങ്ങളെല്ലാം ഉണ്ട്, വാഹനത്തിന് വാഹനം, ഭക്ഷിപ്പാൻ ആഹാരം ഇന്ന് കുറവില്ലാത്ത ആരുമില്ല അല്ലയോ. പക്ഷേ സമാധാനം അല്ലെങ്കിൽ ഒരു 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 ദൈവികമായിട്ടുള്ള ഒരു ആശീർവാദം, സമാധാനം അല്ലെ, സമാധാനമാണ് ഇന്ന് മനുഷ്യന് ഇല്ലാതിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ പ്രയാസങ്ങളിലൂടെ, പ്രശ്ന സങ്കീർണമായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് എന്നെ കേൾക്കാനായിട്ട് ആരുമില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ എന്നോടൊപ്പം ഇരിക്കാൻ ആരുമില്ല എന്നുള്ള തോന്നലുകളാണ് മനുഷ്യനെ കൂടുതലായിട്ടുള്ള വിഷാദത്തിലേക്ക് എത്തുന്നത്. 34 സങ്കീർത്തനത്തിൽ 18ാമത്തെ വാക്യമാണ്, ഒന്ന് വായിക്കാമോ? Psalms 34 verse 17 ആണോ 18? നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ അവ എല്ലാത്തിനും യഹോവ അവനെ വിടുവിക്കുന്നു എന്നൊക്കെ ഒരു വചനമുണ്ട്. യെസ്, 19ാമത്തെ വാക്യമാണ്. 19 Psalms 34 verse 19. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അപ്പോ എന്താ അതിന്റെ അർത്ഥം? നമുക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ദൈവമക്കൾക്കുണ്ടാകുന്ന അനർത്ഥം എന്ന് പറയുന്നത് എണ്ണാൻ പറ്റാത്തതാണ്, എണ്ണമറ്റതാണ് അല്ലേ. ഒരുപക്ഷെ കടലിലെ തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നത് പോലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്താ യോബ് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? തീപ്പൊരി മുകളിലേക്ക് പോകുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. തീപ്പൊരി മുകളിലേക്ക് പറന്നു പോകുന്നത് പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു എന്നാണ് യോബ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്കുണ്ടാകുന്ന അനർത്ഥങ്ങൾ അല്ലെങ്കിൽ അസംഖ്യമായിട്ടുള്ള പ്രതിസന്ധികളാണ്, എന്നാൽ അവയില്ലാത്ത യഹോവ തന്റെ ഭക്തന്മാരെ വിടുവിക്കുമെന്നുള്ള ഒരു വിശ്വാസം. അപ്പോൾ ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ സുവിശേഷീകരണത്തിന് അനിഷേധ്യവും ഫലപ്രദവുമായ ഒരു മാർഗമാണ് കൗൺസിലിംഗ് അല്ലെങ്കിൽ പാസ്റ്ററൽ കൗൺസിലിംഗ്. രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്, ക്രിസ്തീയ കൗൺസിലിംഗിന്റെ രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് വിശ്വാസികളെ
വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും പ്രത്യാശയിലേക്ക് നയിക്കുവാനും വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും പ്രത്യാശയിലേക്ക് നയിക്കുവാനും കൗൺസിലിങ്ങിലൂടെ സാധിക്കുന്നു. ഞാൻ ഒന്നുകൂടെ വായിക്കാം. വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും പ്രത്യാശയിലേക്ക് നയിക്കുവാനും കൗൺസിലിങ്ങിലൂടെ സാധ്യമാകുന്നു അല്ലെങ്കിൽ കഴിയുന്നു. അപ്പോ ഒരു ഇടയ ശുശ്രൂഷകൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൾറൗണ്ടർ ശുശ്രൂഷയാണ് താൻ ചെയ്യുന്നത്. പ്രസംഗത്തിലൂടെ ആണെങ്കിലും ഭവന സന്ദർശനത്തിലൂടെ ആണെങ്കിലും വ്യക്തിപരമായിട്ടുള്ള ഇടപെടലുകളിലൂടെ ആണെങ്കിലും ആ വ്യക്തിക്കുണ്ടാകുന്ന പ്രതിസന്ധികളെ കേൾക്കാനും ആ പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം നൽകുവാനായിട്ട് ഒരു ഇടയൻ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കൗൺസിലിംഗ് പ്രോസസ്, ഈ പാസ്റ്റൽ കെയർ അല്ലെങ്കിൽ ഇടയ പരിപാലനം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ആദ്യോടന്തം ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഇടയ പരിപാലനം. പക്ഷെ ഇടയ ഉപബോധനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാസ്റ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണോ ജനങ്ങൾ പ്രതിസന്ധി അനുഭവിക്കുന്നത് അപ്പോൾ മാത്രം മതി കൗൺസിലിംഗ്. ഇടയ പരിപാലനം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇടയ പരിപാലനം ആവശ്യമാണ്. അപ്പോൾ തന്നെ ഇടയ ഉപബോധനം എന്ന് പറയുന്നത് പാസ്റ്റർ കൗൺസിലിംഗ് എന്ന് പറയുന്നത് എപ്പോഴാണ് ജനങ്ങൾ പ്രയാസത്തിലാകപ്പെടുന്നത്, പ്രതിസന്ധിയിലാകപ്പെടുന്നത്, അപ്പോഴാണ് ഒരു ശുശ്രൂഷന്റെ കൗൺസിലിംഗ് ഉപദേശം ആവശ്യമായി വരുന്നത്. വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും പ്രത്യാശയിലേക്ക് നയിക്കുവാനും കൗൺസിലിംഗ് കൊണ്ട് കഴിയണം. മൂന്നാമത്തെ പോയിന്റ്, കൗൺസിലിംഗിന്റെ മൂന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ ശക്തിയും സ്വാധീനവും കൗൺസിലിംഗിലൂടെ വെളിപ്പെടണം. ദൈവവചനത്തിന്റെ ശക്തിയും സ്വാധീനവും കൗൺസിലിംഗിലൂടെ വെളിപ്പെടുന്നു. അപ്പോ ക്രിസ്തീയ കൗൺസിലിംഗിന്റെ ഒരു പ്രത്യേകതയാണ് എന്താ? ഒരു ദൈവവചനത്തിന്റെ പ്രാധാന്യത എന്ന് പറയുന്നത്, അല്ലെ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, വേദപുസ്തക അടിസ്ഥാനത്തിലാണ് ക്രിസ്തീയ കൗൺസിലിംഗ് രൂപപ്പെടുന്നതും കക്ഷിക്ക് പരിഹാരം നൽകപ്പെടുന്നത്. അപ്പോൾ ദൈവവചനത്തിന്റെ ശക്തിയും സ്വാധീനവും, അപ്പോ നമുക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തിയെ, കൗൺസിലിംഗിൽ വരുന്ന വ്യക്തിയെ നയിക്കാനായിട്ട് കഴിയും. അത് തുടക്കത്തിൽ അത് ചെയ്യാൻ പാടില്ല, അല്ലേ? കൗൺസിലിംഗിലേക്ക് വരുന്ന വ്യക്തിക്ക് പ്രതിസന്ധികളൊക്കെ പറഞ്ഞു വരുമ്പോ ഓക്കെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഇങ്ങനെ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ നിങ്ങൾ എന്താ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചത്, അല്ലെങ്കിൽ അവരെ കുറിച്ച് കൂടുതലായിട്ട് തുറന്നു പറയാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രശ്നത്തിലൂടെ ഒരു പരിഹാരം അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അപ്പോ അത് കഴിഞ്ഞിട്ട് പറയണം, അല്ലെ? ഭാരം, വിവിധ തരത്തിലുള്ള പ്രയാസത്തിലൂടെ ഒരു വ്യക്തി കടന്നു വരികയാണ്. നമുക്ക് പറയാം, വചനത്തിലൊരു വാക്യമുണ്ട്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അപ്പോ എന്നിട്ട് പറയും, നീതിമാൻ കുലുങ്ങി പോകാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അപ്പോ അത് കഴിഞ്ഞിട്ട് വായിക്കുന്ന, നീതിമാൻ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിനും യഹോവ അവനെ എന്ത് ചെയ്യുന്നു? വിടുവിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ ചരിത്രം, അവർ തങ്ങളുടെ കഷ്ടത യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ വിടുവിച്ച് അവരെ വിശാല സ്ഥലത്തേക്ക്. അപ്പോ ഞെരുക്കവും ഭാരവും നെടുവീർപ്പും ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും
ഉണ്ടാകേണ്ടുന്ന അവസ്ഥകൾ അല്ലെ, സാഹചര്യമാണല്ലേ, ആ സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായിട്ട് ദൈവത്തോട് അടുക്കുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ കഴിയണം. ഇതെല്ലാം പറഞ്ഞിട്ട് ദൈവവചനം നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ദൈവവചനത്തിന്റെ ശക്തിയും ആ വചനത്തിലൂടെ ഉണ്ടാകുന്ന സ്വാധീനവും കൗൺസിലിങ്ങിലൂടെ വെളിപ്പെടുന്നു എന്നുള്ളത്. അപ്പൊ ഈ 3 പോയിന്റ് നിങ്ങൾക്ക് ലഭിച്ചായിരുന്നു കൗൺസിലിങ്ങിന്റെ ഉദ്ദേശം. ഒന്ന്, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും സുവിശേഷീകരണത്തിന് അനിഷേധ്യവും ഫലപ്രദവുമായ ഒരു മാർഗമാണ് കൗൺസിലിംഗ്. 2, വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും പ്രത്യാശയിലേക്ക് നയിക്കുവാനും കൗൺസിലിങ്ങിലൂടെ കഴിയുന്നു. 3, ദൈവവചനത്തിന്റെ ശക്തിയും സ്വാധീനവും കൗൺസിലിങ്ങിലൂടെ വ്യക്തമാകുന്നു അല്ലെങ്കിൽ വെളിപ്പെടുന്നു. ഇനി 2 വിധത്തിലെ കൗൺസിലിംഗ് ഉണ്ട്. 2 വിധ കൗൺസിലിംഗ്. നമ്പർ 1, ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആൻഡ് പെർമിസീവ് കൗൺസിലിംഗ്. ഞാൻ മലയാളം പറയാം. നേരിട്ട് നൽകുന്ന കൗൺസിലിംഗും നടത്തുന്ന കൗൺസിലിംഗും. 2, പഠനം നടത്തി നൽകുന്ന കൗൺസിലിംഗും. നേരിട്ട് നടത്തുന്ന കൗൺസിലിംഗിന് ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയും. ഡയറക്റ്റീവ് കൗൺസിലിംഗ് ഇംഗ്ലീഷില്. പഠനം നടത്തി നൽകുന്ന കൗൺസിലിംഗിന് പെർമിസീവ്, PERMISSIVE, പെർമിസീവ് കൗൺസിലിംഗ് എന്ന് പറയും. സ്പെല്ലിംഗ് റിപ്പീറ്റ് ചെയ്യണോ? ഒന്നാമത്തേത് ഡയറക്റ്റീവ് കൗൺസിലിംഗ്, നേരിട്ട് നൽകുന്ന കൗൺസിലിംഗ്. ഈ ഒന്നാമത്തത് ഡയറക്റ്റീവ് കൗൺസിലിംഗ് അല്ലെങ്കിൽ നേരിട്ട് നൽകപ്പെടുന്ന കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതുവായി നൽകുന്ന ഉപദേശങ്ങളും വിദഗ്ധ ഉപദേശങ്ങളും ഇതിൽപ്പെടുന്നു. ഓക്കെ, പൊതുവായി നൽകുന്ന ഉപദേശങ്ങളും വിദഗ്ധമായ രീതിയിൽ നൽകുന്ന ഉപദേശങ്ങളും എല്ലാം ഇതിൽ പെടുന്നു. ഏത് പാസ്റ്റർക്കും പ്രത്യേക പരിശീലനമൊന്നും കൂടാതെ ചെയ്യാൻ കഴിയുന്ന കൗൺസിലിംഗ് ആണിത്. അപ്പോൾ ഡയറക്റ്റീവ് കൗൺസിലിംഗ് അല്ലെങ്കിൽ നേരിട്ട് നൽകപ്പെടുന്ന കൗൺസിലിംഗ്, അല്ലെങ്കിൽ എനിക്ക് ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിന് ആരുണ്ടോ ചോദിച്ചൊരു ചോദ്യം അല്ലേ, നമുക്ക് കൗൺസിലിംഗ് എങ്ങനെ പഠനം നടത്തിയാണോ ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ പഠിക്കാതെ തന്നെ കൗൺസിലിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ആരോടെ ചോദിച്ചല്ലേ? അപ്പോ നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ 2 തരത്തിലുള്ള കൗൺസിലിംഗ് പ്രധാനമായിട്ട് ഡയറക്റ്റീവ് കൗൺസിലിംഗ് ആൻഡ് പെർമിസീവ് കൗൺസിലിംഗ്. പഠനം നടത്തി നൽകുന്ന കൗൺസിലിംഗ് ഉണ്ട്, അത് അല്ലാതെ നേരിട്ട് നൽകുന്ന കൗൺസിലിംഗ് ഉണ്ട്. ഇത് ഡയറക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നേരിട്ട് നൽകുന്ന കൗൺസിലിംഗ് ആണ്. ഇതിന്റെ പ്രത്യേക പഠിത്തമോ അല്ലെങ്കിൽ പ്രത്യേക ഒരു ഒന്നും കൂടാതെ, പരിശീലനമോ ഒന്നും കൂടാതെ ചെയ്യാൻ കഴിയുന്ന കൗൺസിലിംഗ് ആണ്. അപ്പോൾ ഈ കൗൺസിലിംഗ് ആണ് മിക്ക പാസ്റ്റേഴ്സും ചെയ്യുന്നത് അല്ലേ? അപ്പോ ഇപ്പോ പാസ്റ്റേഴ്സ് ഒക്കെ കൗൺസിലിംഗ് എന്ന കോഴ്സ് 1 വർഷമെങ്കിലും പഠിക്കണമെന്ന് നിർബന്ധം ഈ സംഘടനകളിലുള്ള സഭകൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. അപ്പോൾ തന്നെ സംഘടന അതിനുവേണ്ടി സെമിനാറുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഇപ്പോൾ പുതുതായിട്ട് പഠിച്ചിറങ്ങുന്ന ദേവദാസന്മാർക്ക് അവർ കൗൺസിലിംഗിന്റെ ഒരു കോഴ്സ് പഠിച്ചിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ മെന്റാലിറ്റി നമ്മൾ മനസ്സിലാക്കണം അല്ലേ? എല്ലാ വിഷയങ്ങളും, എല്ലാ പ്രശ്നങ്ങളും കാരണം എല്ലാ പ്രശ്നവും ചിലരൊക്കെ പറയും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഒന്നുമല്ല, സാത്താന്റെ പോരാട്ടോ, ബന്ധനമോ എന്നൊക്കെ പറയും അല്ലേ? ഓക്കെ, അഫ്കോഴ്സ് അതുണ്ട്. നമ്മൾ സാത്താന്റെ സിംഹാസനം ഉള്ളിടത്ത് നമ്മൾ താമസിക്കുന്നത് അല്ലേ? പുണ്യഭൂമി ഒരിടത്തും ഇല്ല, ഇനി ശബരിമലയും ഇല്ല. നമ്മുടെ പ്രസിഡന്റ് ഒക്കെ പോയിട്ട് ഹെലികോപ്റ്ററൊക്കെ അവിടെ താഴ്ന്നു പോയി. അവിടെയും പോയാലും പരിഹാരമില്ല. എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ പുണ്യസ്ഥലം ഒരിടത്തും ഇല്ല. സകലവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന സ്ഥലം. അപ്പോ ഈ എന്തോ നമ്മൾ പറഞ്ഞു കൗൺസിലിംഗ് അല്ലെ, നേരിട്ട് നൽകുന്ന കൗൺസിലിങ്ങിന്. അപ്പോ ഇന്ന് ജനങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ മനസ്സറിഞ്ഞ് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നത് അതിന് ഫലവത്താണ് അല്ലേ? പ്രശ്നം കേട്ട ഉടനെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ്
തുടങ്ങുന്നതിനേക്കാൾ നമുക്ക് ഈ പ്രയാസം വന്നു, ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവത്തെയല്ല നാം ആരാധിക്കുന്നത്, അല്ലേ എന്ന് പറഞ്ഞിട്ട് അവരെ വചനത്തിൽ ഉറപ്പിച്ച് അവർക്ക് വേണ്ടുന്ന ആത്മീയമായിട്ടുള്ള വചനത്തിലൂടെയുള്ള ഒരു പിന്തുണ നൽകിക്കഴിഞ്ഞാൽ അവർ ആ വചനത്തിൽ കൂടുതൽ ശക്തി പ്രാപിക്കും, അല്ലെ. ദൈവം അറിയാതെ തലയിൽ ഒരു രോമം പോലും നിലത്ത് വീഴുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രയാസം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ദൈവം അറിഞ്ഞിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചു നിർത്തിയ ഒരു വചനം ഉണ്ടല്ലേ, 1 കൊരിന്ത്യർ 10:13. 1 കൊരിന്ത്യർ chapter 10 verse 13. ദൈവം വിശ്വസ്തൻ, അവൻ നമുക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേടുവാൻ സഹായിക്കാതെ പരീക്ഷയോടുകൂടി നമുക്ക് എന്ത് ചെയ്യും, വഴിയും തരുന്ന വേ ഓഫ് എസ്കേപ്പ്. അപ്പോ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് കഴിയുന്ന ചുമടേ നമുക്ക് തരുവുള്ളൂ. അപ്പൊ അത് നമുക്ക് വിശ്വസം. ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ പരിഹാരം എന്നിലൂടെ ദൈവം എനിക്ക് അത് ഒരുക്കിയിരിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാകണം. ഓക്കെ, അവിടെയാണ് 34 സംഘത്തിന് 19 വാക്യത്തിന്റെ അനുമാനിത നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എന്നാൽ അവയില്ലാത്ത യഹോവ അവനെന്ത് ചെയ്യുന്നു, വിടുവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ അസംഖ്യമായ പ്രതിസന്ധികൾക്കും പരിഹാരം ദൈവത്തിലൂടെ ഉണ്ട് എന്നുള്ള ഒരു അചഞ്ചലമായിട്ടുള്ള സംശയരഹിതമായിട്ടുള്ള ഒരു വിശ്വാസമാണ് ഒരു ആരോഗ്യകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഡയറക്റ്റീവ് കൗൺസിലിംഗ് അത് നേരിട്ട് നൽകുന്ന കൗൺസിലിംഗ് ആണ്. ഇതിന് പ്രത്യേക പഠനമോ പരിശീലനമോ ആവശ്യമില്ല. നമ്മുടെ അറിവ് കൊണ്ടോ അല്ലെങ്കിൽ അനുഭവം കൊണ്ടോ ഒരു വ്യക്തിയെ നമുക്ക് സഹായിക്കുന്ന പ്രക്രിയയാണ് ഡയറക്റ്റീവ് കൗൺസിലിംഗ് അല്ലെങ്കിൽ നേരിട്ട് നൽകുന്ന ഉപബോധനം. 2, പെർമിസീവ് കൗൺസിലിംഗ് അല്ലെങ്കിൽ പഠനം നടത്തി നൽകുന്ന കൗൺസിലിംഗ്. അപ്പോൾ ഇന്ന് പ്രത്യേക പഠന കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ഈ സെമിനാരിൽ തന്നെ 1 ഇയർ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടല്ലേ, 1 ഇയർ ആണോ 2 ഇയർ ആണോ, ക്രിസ്ത്യൻ ഡിപ്ലോമ ഇൻ ക്രിസ്ത്യൻ കൗൺസിലിംഗ് സബ്ജക്റ്റ് മാത്രമാണ്. എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച ആ ക്ലാസ് നടക്കപ്പെടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ പഠനം കഴിഞ്ഞിട്ട് ആ ഒരു കോഴ്സും കൂടെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നിങ്ങളുടെ പ്രവർത്തന മേഖലകളിലും നിങ്ങളുടെ ശുശ്രൂഷകളിലും നമുക്ക് തന്നെ അത് നമ്മുടെ വ്യക്തിത്വം മനസ്സിലാക്കാനായിട്ട് നമുക്കത് ഒത്തിരി സഹായകരമായി തീരും. ഓക്കെ, അപ്പോ പെർമിസീവ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ പ്രശ്നത്തിന്റെ മൂല കാരണം കണ്ടെത്തി അതിന് പരിഹാര മാർഗം വരുത്തുവാൻ പ്രശ്നത്തിലായിരിക്കുന്നവരെ സഹായിച്ച് പ്രശ്നകാലം വരുത്തുന്ന കൗൺസിലിംഗ് ആണിത്. ഞാൻ ഒന്നുകൂടെ പറയാം. പ്രശ്നത്തിന്റെ മൂല കാരണം കണ്ടെത്തി അതിന് പരിഹാര മാർഗം വരുത്തുവാൻ വ്യക്തിയെ സഹായിക്കുന്ന പ്രക്രിയയാണ് കൗൺസിലിംഗ് അല്ലെങ്കിൽ പെർമിസീവ് കൗൺസിലിംഗ്. പ്രശ്നത്തിന്റെ മൂല കാരണം കണ്ടെത്തി അതിന് പരിഹാര മാർഗം വരുത്തുവാൻ പ്രശ്നത്തിലായിരിക്കുന്നവരെ സഹായിച്ച് അവരെ കൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രക്രിയ. അപ്പോ അങ്ങനെയുള്ള അത്തരത്തിലുള്ള കൗൺസിലിംഗ് പഠിച്ചവർക്കേ പറ്റുള്ളൂ, അല്ലെ. പാടാൻ എല്ലാവർക്കും പറ്റുമെങ്കിലും പഠിച്ചവർക്കേ നന്നായിട്ട് പാടാൻ കഴിയുമെന്നുള്ളത് പോലെ കൗൺസിലിംഗ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, അല്ലെ. അതിന് പ്രത്യേക പഠനമോ ഒക്കെ ഒന്നുമില്ല. പക്ഷേ അതിൻ്റെതായ രീതിയിൽ ചെയ്യണമെങ്കിൽ പഠനം ആവശ്യമാണ്, അല്ലെ. അതിന് ഒത്തിരി ടെക്നിക്കുണ്ട്. ഒന്ന് സൗഹൃദം സ്ഥാപിക്കണം, അല്ലെങ്കിൽ ബന്ധം സ്ഥാപിക്കണം. സൗഹൃദം പല രീതിയിൽ സ്ഥാപിക്കാനായിട്ട് കഴിയും. അപ്പോ കൗൺസിലിംഗിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കൗൺസിലിംഗ് ചെയ്യേണ്ടുന്ന ഒരു ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു 5-6 ഘട്ടം കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഡെഫിനേഷൻ നമ്മൾ എഴുതിയ ശേഷം നമുക്കത് പഠിക്കാം. അപ്പോൾ എന്താണ് പെർമിസീവ് കൗൺസിലിംഗ്? പ്രശ്നത്തിന്റെ മൂല കാരണം കണ്ടെത്തി അതിന് പരിഹാര മാർഗം വരുത്തുവാൻ പ്രശ്നത്തിലായിരിക്കുന്നവരെ സഹായിച്ച് പ്രശ്ന പരിഹാരം വരുത്തുന്ന കൗൺസിലിംഗ് ആണ്
പെർമിസീവ് കൗൺസിലിംഗ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ പ്രീമരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് നടത്തപ്പെടുന്ന കൗൺസിലിംഗ്, വിവാഹം കഴിഞ്ഞ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഏകദേശം ഉള്ളവർ അല്ലേ. അപ്പോൾ നമുക്കൊരു പരിധി വരെ വിവാഹത്തിൻ്റെതായിട്ടുള്ള ഉദ്ദേശവും അല്ലെങ്കിൽ എന്താണ് വിവാഹം എന്നുള്ളതും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ അനുഭവത്തിൽ നിന്നും ഒക്കെ നമുക്ക് പറയാനായിട്ട് കഴിയും. പക്ഷേ പ്രീമരിറ്റൽ കൗൺസിലിംഗ് പഠിച്ച് പക്വത പ്രാപിച്ച ഒരു വ്യക്തിക്ക് ആ ക്രമീകൃതമായിട്ട് കാര്യങ്ങൾ പക്വമായിട്ട് പറയാനായിട്ട് കഴിയും അല്ലേ. എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇരു കുടുംബത്തിൽ ജനിച്ച് വളർന്നപ്പെട്ട മാതാപിതാക്കളാൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തികളാണ്. അവരാദ്യമായിട്ട് ഏതോ ഒക്കെ കാരണവശാൽ, അല്ലെങ്കിൽ ബന്ധു വഴിയോ, അല്ലെങ്കിൽ ദേവദാസന്മാർ വഴിയോ, ഇപ്പോൾ ബ്രോക്കർമാർ വഴിയോ അവരെന്ത് ചെയ്യുന്നു, ഈ ഒരു ആലോചന പരസ്പരം വീടുകളിൽ അറിയിക്കുന്നു. അങ്ങനെ മാതാപിതാക്കളുടെ പ്രിയപ്പെട്ടവരുടെ ഇഷ്ടപ്രകാരം രണ്ട് പ്രിയപ്പെട്ടവർ ബന്ധുക്കളെ കാണുന്നു. കണ്ടിട്ടൊക്കെ അവർ ഇഷ്ടപ്പെടുന്നു അല്ലേ. പക്ഷെ എന്താണ് ഇവർക്കുള്ള ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ ആരും അറിയുന്നില്ല. ചിലപ്പോ അവരോട് സംസാരിക്കും, പൊതുവിൽ പറയാം, ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാൻ പറയല്ലേ. ജസ്റ്റ് ഇപ്പോൾ പേരിന് വേണ്ടിയിട്ട് ഒന്ന് പോയി സംസാരിച്ച്, നിന്റെ പേരെന്തോ, ആ പേര്, ഈ പേരെന്തോ, ഓക്കെ, അത് മാത്രം പറഞ്ഞു പോരുന്നു അല്ലേ. പക്ഷേ ഈ പ്രീമരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പിന്നെ എക്സ്പെക്ടേഷൻസ്, വിവാഹത്തിന് മുമ്പുള്ള പ്രതീക്ഷകളും ഇനി വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യയിൽ നിന്ന് ഭർത്താവ് പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷകൾ, ഭർത്താവ് എന്ന നിലയിൽ ഭാര്യ തിരിച്ചും അല്ലെ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ, അത് അവർ പരസ്പരം മനസ്സിലായിരിക്കണം എന്നുള്ളതാണ്. അത് വളരെ ക്രമീകൃതമായിട്ട് ദൈവവചനത്തിലൂടെയും അനുഭവത്തിലൂടെയും ഒക്കെ ഒരു കൗൺസിലറിന് ആ ഒരു ടെക്നിക് അല്ലെങ്കിൽ ആ മെത്തേഡ് ഉപയോഗിച്ച് വളരെ ക്രമീകൃതമായിട്ട് പറയാനായിട്ട് കഴിയും. ഓക്കെ, അപ്പൊ അതാണ് പഠനം നടത്തി ചെയ്യുന്ന കൗൺസിലിങ്ങും പഠനം നടത്താതെ നേരിട്ട് ചെയ്യുന്ന കൗൺസിലിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഈ കൗൺസിലിങ്ങിന് സഹായമാകുന്ന ചില ടെക്നിക്കുകൾ അല്ലെങ്കിൽ ചില രീതികൾ, ടിപ്സ്, ഒരു വ്യക്തിയെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യാനായിട്ട് എങ്ങനെ ഒരു വ്യക്തിയെ കൗൺസിലിംഗ് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. ഒരു വ്യക്തിയെ കൗൺസിലിംഗ് ചെയ്യുന്ന രീതികൾ, വ്യക്തിയെ കൗൺസിലിംഗ് ചെയ്യുന്ന രീതികൾ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സൗഹൃദം സ്ഥാപിക്കുക, സൗഹൃദം സ്ഥാപിക്കൽ. മെയിൻറ്റെയിനിങ് ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ ഒരു കൗൺസിലറിന്റെ ഒരു സ്കില്ലാണ് കൗൺസിലിങ്ങിന് വരുന്ന വ്യക്തിയുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒത്തിരി കൗൺസിലേഴ്സിനെ അറിയാം അല്ലേ. ഈ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന വ്യക്തി, കൗൺസിലിങ്ങിന് വരുന്ന വ്യക്തി ചിലപ്പോൾ പലരും റെഫർ ചെയ്തായിരിക്കാം നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കൗൺസിലറിന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ചിലപ്പോൾ പേരൻസ് നിർബന്ധിച്ച് കൊണ്ടുവന്നവരായിരിക്കും, ചിലപ്പോൾ സ്കൂളിലെ അധ്യാപകൻ പറഞ്ഞിട്ട് കുഞ്ഞിന്റെ പഠന വൈകല്യം ഒന്ന് കൈകാര്യം ചെയ്യാനായിട്ട് പേരൻസിനെ ഫോഴ്സ് ചെയ്ത് കുഞ്ഞിനെ നിർബന്ധമായിട്ട് ഒരു കൗൺസിലറുടെ അടുക്കൽ കൊണ്ടുവന്നതായിരിക്കും അല്ലെ. അപ്പോൾ അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്താ കൗൺസിലറിനെ പറ്റി എന്ത് ധാരണയായിരിക്കും? ഒരാൾ നിർബന്ധപൂർവം, മറ്റുള്ളവരുടെ നിർബന്ധപൂർവം ഒരു വ്യക്തിയെ കൗൺസിലിംഗ് കൊണ്ടുവരുമ്പോൾ ആ വ്യക്തിക്ക് കൗൺസിലറിനെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഇങ്ങനെ ഒരു കൗൺസിലറിന്റെ അടുത്ത് പോവുകയാണ്. അപ്പോ ഈ വ്യക്തിക്ക് ഇപ്പോ നമ്മളൊരു കൗൺസിലിംഗ്, നമ്മുടെ പ്രയാസത്തിന് വേണ്ടിയാണ് ഒരാൾ ഫോഴ്സ് ആയിട്ട് കൊണ്ടുപോകുന്നതെന്ന് വെച്ചോ, അപ്പോ നമ്മുടെ മനസ്സ് എന്തായിരിക്കും എന്ന് പറയാമോ? മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെയാണ് കൊണ്ടുപോകുന്നതെങ്കിൽ മാതാപിതാക്കളുടെ സൈഡിൽ നിന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയെ ചിന്തിക്കത്തോ? ഓക്കെ, അത് ശരിയായിട്ടൊരു കാര്യമാണ്. ഞാൻ ചിന്തിച്ചൊരു വ്യത്യസ്തമായിട്ട് ചിന്തിച്ചു. ഓക്കെ, ശരിയാ. അപ്പോ
ഓക്കെ, ചിലപ്പോൾ കുഞ്ഞിങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ടല്ലേ, ചിലപ്പോൾ എൻ്റെ അപ്പനും അമ്മയും അവരുടെ ഇഷ്ടങ്ങൾ ഈ കൗൺസിലറിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാകും, എന്തോ പുള്ളി എന്നെ കൊണ്ട് അടിച്ച് ഏൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണെന്നുള്ള ചിന്ത. ഓക്കെ, മറ്റുള്ളവർ വേറെ എന്തെങ്കിലും വ്യത്യസ്തമായ ചിന്ത ആരെങ്കിലും ചിന്തിച്ചോ? ഒന്ന് രണ്ടുപേരൊക്കെ പറഞ്ഞല്ലോ. ഓക്കെ, എന്തായിരിക്കും നിർബന്ധമായിട്ട് ഒരു വ്യക്തിയെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുമ്പോൾ ചിന്തിക്കാവുന്ന കാര്യങ്ങൾ? ഒരു തരത്തിലെ ഭയം ആ വ്യക്തിക്ക് ഉണ്ടാവും അല്ലേ? എന്നെ ഈ കൗൺസിലർ എന്ന വ്യക്തി എന്താ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലാ പുള്ളി എന്നെ ഇടപെടാൻ പോകുന്നെന്നുള്ളൊരു ഭയം ഉണ്ടാകും അല്ലേ? ഓക്കെ, ഭയം ഉണ്ടാകും. പിന്നെ മാതാപിതാക്കൾ അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന വ്യക്തിയോട് ദേഷ്യം ഉണ്ടാകും. ആ ദേഷ്യം ഈ കൗൺസിലറോടും കാണിക്കും അല്ലേ? കൗൺസിലർ അത്ര പേര് കേട്ട വ്യക്തിയാണെങ്കിൽ പോലും ഈ റബലൈസ് ആയിട്ടിരിക്കുന്ന കുഞ്ഞ് അല്ലെങ്കിൽ കുട്ടിക്ക് ആ ഒരു ദേഷ്യം എല്ലാവരോടും ഉണ്ടാകും അല്ലേ? അപ്പൊ അത്തരത്തിലുള്ള ഒരു ദേഷ്യം, ഒരു ചിന്ത, പലതരത്തിലുള്ള പലതരത്തിലുള്ള ചിന്ത തന്നെ ഭരിച്ചുകൊണ്ടിരിക്കും അല്ലേ? പലതരത്തിലുള്ള ചിന്ത തന്നെ ഭരിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഒരു കൗൺസിലറിന്റെ റോൾ എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ്. അത്തരത്തിലുള്ള ഒരു റിലക്റ്റന്റ് ആയിട്ടുള്ള ഒരു കൗൺസിലറിനെ അല്ലെ കൗൺസിലിയെ കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെയാണ് ഒരു കൗൺസിലറിന്റെ യഥാർത്ഥ ഒരു സ്കില്ല് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ സ്കില്ല് എനിക്കറിയാവുന്നതും പൊതുവെ കൗൺസിലേഴ്സ് ചെയ്യുന്നതുമായിട്ടുള്ള ടിപ്സ് ആണ് ഞാൻ ഇതിലൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കൊരു വ്യക്തിയെ എങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റും? നമുക്ക് കാഷ്വലായിട്ട് ചോദിക്കല്ലേ. അപ്പോൾ യൂഷ്വലി നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മളൊരു പുതുതായിട്ട് ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ വ്യക്തിയോട് നമ്മൾ ഫേസ് ടു ഫേസ് കാണാം ഒരു വ്യക്തിയെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവര് വിഷയം അല്ലേ? ഓക്കെ, അത് ആ വിഷയം എങ്ങനെയായിരിക്കാം? ഹലോ, ഹൗ ആർ യു എന്ന് നമ്മൾ ഉടനെ ചോദിക്കും. ഒരു വ്യക്തി ആദ്യമായി കാണുകയാണ്, അവരുടെ വയസ്സ്, അവരുടെ ആ സന്ദർഭോചിതമായിട്ടല്ലേ ഇടപെടും. ചിലപ്പോ ഒന്ന് പുഞ്ചിരിക്കും, ഹായ് ഹലോ ദൈവവേദന മനസ്സിലായി നമ്മൾ പ്രൈസലോട് പറയും. അപ്പോൾ അവരുടെ പ്രതികരണം പ്രൈസലോ എന്ന ഒരു ഗൗരവമേറിയിട്ടുള്ള ഒരു ഭാവത്തോടുകൂടെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കൗൺസിലർ എന്ന നിലയിൽ ഒന്നും പറയത്തില്ല. അല്ല, പിള്ളേരൊന്നും പറയത്തില്ല അങ്ങനെയൊക്കെ പെരുമാറിയ. ഓക്കെ, ഒന്നും പറയും. പക്ഷെ നമുക്ക് ആ വ്യക്തിയെ സഹായിച്ചേ പറ്റുള്ളൂ. മാതാപിതാക്കളും മറ്റുള്ളവരും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഒരു കൗൺസിലറിന്റെ അടുത്ത് കൊണ്ടുവന്നത് അല്ലേ? ഒന്നും പറ്റത്തില്ല, അപ്പൊ ഞാൻ ചോദിച്ചിട്ട് അവര് പേര് പോലും പറയുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിടാൻ പറ്റത്തില്ല അല്ലേ? അപ്പോ അവിടെ എന്താ ചെയ്യുന്നത്? ഒരു വ്യക്തിയോട് നമ്മൾ ഒന്ന് പുഞ്ചിരിക്കുന്നു. നമ്മൾ ആദ്യം അവരെന്ത് ചോദിക്കും എന്നുള്ള ചോദ്യം ആയിരിക്കണമല്ല നമ്മൾ ചോദിക്കേണ്ടത്. എന്തുണ്ട് വിശേഷം, സുഖമാണോ? സുഖമാണോ? ഓക്കെ, ഇത് കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്ക് അല്ലേ? അവിടെ ഒരു കൗൺസിലറിനോ അല്ലെങ്കിൽ പ്രശ്നത്തിന് വരുന്ന എന്റെ അടുത്ത് വരുന്ന വ്യക്തി ഭയങ്കര പ്രശ്നമായിട്ട് വരികയാണ് എന്നുള്ള ആ ഒരു ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡോടുകൂടെ ഇരിക്കാൻ പാടില്ല ഒരിക്കലും. ഓക്കെ, അപ്പോൾ ഒരു കൗൺസിലർ നമുക്ക് ചോദിക്കാൻ പറ്റും, നമ്മൾ എന്താ നിങ്ങൾ ഒത്തിരി നേരത്തെ അവിടെ നിന്ന് യാത്ര ഇറങ്ങിയോ? നിങ്ങൾ വല്ല ഭക്ഷണം കഴിച്ചോ? ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ അവർ മനസ്സിലാക്കുക. ഇതൊന്നും ഈ കൗൺസിലിങ്ങിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, സംസാരിക്കരുത്. ചിലപ്പോ കുഞ്ഞു കുട്ടികളാണെങ്കിൽ നല്ല ഷർട്ടാണല്ലോ, നല്ല ഉടുപ്പാണല്ലോ ഇട്ടേക്കുന്നത് എന്നുള്ള ഇത്. അപ്പോ നമ്മൾ അവരുടെ ആ ഒരു മൈൻഡിൽ കിടക്കുന്ന ആ ഒരു അതൊന്നും മാറാനായിട്ടുള്ള ഒരു കാര്യം ഉപയോഗിക്കാം. നമുക്ക് ആ കൊച്ചു എന്ത് ഷർട്ട് ഇട്ടാലും നമുക്ക് എന്തുവാ, പക്ഷെ നമ്മളൊന്ന് വിഷ് ചെയ്യുന്നില്ല. നമ്മുടെ ഇന്റൻഷൻ എന്തുവാ? ആ കുഞ്ഞിന് ഈ കൗൺസിലറിനെ കുറിച്ചുള്ള ഒരു മതിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഭയം മാറണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു സൗഹൃദം അങ്ങനെ സ്ഥാപിക്കാനായിട്ട് കഴിയും. പല രീതിയിലുള്ള സൗഹൃദങ്ങൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതി അനുസരിച്ച് പുഞ്ചിരിയിലൂടെ. പിന്നെ അടുത്ത്
ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ്, നിങ്ങളെ പറ്റി ഒന്ന് പറയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയോ വ്യക്തി? നമ്മൾ ചിരിച്ച് പ്രൈസിലോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ പറ്റി കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി പറയുമോ? പെട്ടെന്ന് സ്വാഭാവികമായിട്ട് ചിന്തിക്കും, എന്നെ കുറിച്ച് അറിഞ്ഞിട്ട് ഈ വ്യക്തി എന്തെടുക്കാൻ പോവുക, അല്ലെങ്കിൽ എന്തിനാ ആയിരിക്കും പുള്ളി എന്നെ കുറിച്ച് അറിയേണ്ടത് എന്നുള്ള ചിന്തയായിരിക്കും അല്ലേ? ഓക്കെ, നമ്മളിങ്ങനെ കാഷ്വലായിട്ട് സുഖമാണോ, അല്ലെങ്കിൽ കഴിച്ചോ കുടിച്ചോ, എങ്ങനെയാ വന്നേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു ഷേക്കൻഡ് ഒക്കെ കൊടുക്കാം, വേണമെങ്കിൽ കോഫിയോ ചായയോ ഓഫർ ചെയ്യാം. എന്നിട്ട് ഓക്കെ, നമുക്കൊന്ന് പറയാം, എൻ്റെ പേര് മോസസ് ആണ്, ഞാൻ ട്രിവാൻഡ്രത്താണ്, ഞാൻ വിവാഹിതനാണ്, ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്, സഭാ ശുശ്രൂഷയുണ്ട്, ടീച്ചിങ് മിനിസ്ട്രിയിലാണ്, ഇതാണ് എന്നെ കുറിച്ചുള്ള ചെറിയൊരു ആമുഖം, താങ്കളെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താവും, അല്ലെങ്കിൽ പ്രായം കുറവ് മോനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താവും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരെന്ത് ചെയ്യും? പറയും അല്ലേ? അല്ലാതെ നമ്മൾ സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കത്തില്ല. അപ്പൊ അതൊരു ടെക്നിക്കാണ്. ആദ്യം നമ്മൾ അങ്ങോട്ട് പരിചയപ്പെടുത്തും. ഈ ക്ലാസ്സിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർക്ക് അറിയാം, ഞാൻ നിങ്ങളോട് പേര് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ കുറിച്ച് പരിചയപ്പെടുത്തി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി എന്തൊക്കെ എന്നെ കുറിച്ച് പറയണമെന്നുള്ളത് അല്ലേ? ഞാൻ ഇത്രയും കാര്യങ്ങൾ ആദ്യം പറഞ്ഞു, അപ്പോൾ ഏകദേശം വരെ ഞാൻ വീക്ഷിച്ചു അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു അല്ലേ? അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ കൂടുതൽ പറഞ്ഞെങ്കിൽ അത്രയും കാര്യങ്ങളിലൂടെ നിങ്ങളും തിരിച്ച് പറയും. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ്, നമുക്ക് എന്തുമാത്രം ആ വ്യക്തിയിൽ നിന്ന് അറിയണമെന്നുണ്ടോ അത്രയും കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യണം? പറയും. ഇപ്പോ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമുക്ക് ഡയറക്റ്റ് ക്ലാസ് ആയിരുന്നെങ്കിൽ റോൾ പ്ലേ ഒക്കെ നമുക്ക് ചെയ്യാമായിരുന്നു. ഇപ്പം ഞാൻ ഒരാളോട് ചോദിക്കുകയാണ്, ഓക്കെ, എൻ്റെ പേര് മോസസ്, നിങ്ങളെ പറ്റി ഒന്ന് പറയാമോ? അപ്പൊ സ്വാഭാവികമായിട്ട് പേര് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും അല്ലേ? അതൊരു ടെക്നിക്കാണ്. ഓക്കെ, അത് മനസ്സിലാക്കണം. അപ്പൊ 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓക്കെ, അപ്പോ അതൊരു ടെക്നിക്കാണ്. ഇങ്ങനെ പല രീതിയിലുള്ള സൗഹൃദം നമുക്ക് സ്ഥാപിക്കാനായിട്ട് കഴിയും. രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് പരിചയപ്പെടൽ, ഇൻട്രൊഡക്ഷൻ, പരിചയപ്പെടലാണ്. ഇൻട്രൊഡക്ഷൻ അത് നമ്മൾ ആദ്യം പരിചയപ്പെടുത്തണം. കൗൺസിലർ ആദ്യം വ്യക്തിയെ പരിചയപ്പെടുത്തണം. നമുക്ക് എന്തുമാത്രം കാര്യങ്ങൾ പ്രാഥമികമായിട്ട് വ്യക്തിയിൽ നിന്ന് അറിയണമോ അത്രയും കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറയാനുണ്ട്. അപ്പോൾ നമുക്ക് പല ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പപ്പയുടെ പേരെന്താ, അമ്മയുടെ പേരെന്താ, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നതിന് വരെ നമ്മുടെ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ എൻ്റെ പേര്, എൻ്റെ ഭാര്യയുടെ പേര്, കുഞ്ഞിന്റെ പേര്, ഞാൻ ചെയ്യുന്ന ജോലി, ഇത്രയും 4-5 കാര്യം പറയുമ്പോൾ അത്രയും കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അവര് ഇങ്ങോട്ട് തിരിച്ച് പറയും. പരിചയപ്പെടൽ. ഓക്കെ, പരിചയപ്പെടൽ, അതായത് ഇൻട്രൊഡക്ഷൻ, പരിചയപ്പെടൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവര് പറഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? അവരെന്ത് ചെയ്യണം? അപ്രിഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ പേര് നല്ലതാണ്, നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞല്ലോ, നിങ്ങളെ തന്നെ സ്വയം പരിചയപ്പെടുത്തിയത് നന്ദി എന്ന് പറഞ്ഞൊരു ഷേക്കൻഡോ അല്ലെങ്കിൽ സന്ദർഭോചിതമായിട്ടുള്ള കാര്യങ്ങളോ ഒന്ന് അഭിനന്ദിക്കണം. ഒന്നുമല്ലെങ്കിലും താങ്കളുടെ പേര് ഇത്രയും നല്ലതാണല്ലോ, മനോഹരമായ പേരാണ്, ഈ പേര് ആരാ ഇട്ടത്, അല്ലെങ്കിൽ താങ്കൾക്ക് ഈ പേര് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ചോദിക്കുന്നത് അതിന്റെ ഉദ്ദേശം നമ്മൾ എന്ത് മനസ്സിലാക്കേണ്ടത്? ഈ വ്യക്തി വന്നത് ഭയങ്കര പ്രതിസന്ധിയോടുകൂടെ വന്നത്, ഈ കൗൺസിലർ എങ്ങനത്തെ വ്യക്തിയായിരിക്കും എന്നുള്ള ചിന്തയോടുകൂടെയാണ് വന്നത്. ഇത്രയും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് ഇച്ചിരി സാവധാനോ ഇതൊക്കെ ചോദിക്കേണ്ടല്ലേ? പെട്ടെന്ന് ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചങ്ങ് നിർത്തരുത് അല്ലേ? കക്ഷി പേടിച്ചു ഓടും അല്ലെ? ഇച്ചിരി സാവകാശത്ത് നമ്മൾ ഇച്ചിരി ദീർഘശ്വാസമൊക്കെ എടുത്ത് പതിയെ സാവകാശം ചെയ്യും. ആദ്യത്തെ ഒരു സെഷനിൽ ചിലപ്പോൾ ഒരു കൗൺസിലിങ്ങിന്റെ സെഷൻ എന്ന് പറയുന്നത് 40-50 മിനിറ്റ് പാടുള്ളൂ. അത് തന്നെ കൂടുതലാണ് ഒരു കൗൺസിലിങ്ങിന്റെ ഒരു സെഷൻ എന്ന് പറയുന്നത്. 40 or 45, 50, നോട്ട് ഈവൻ 1 hour, 1 മണിക്കൂറിൽ കൂടാൻ പാടില്ല എന്നുള്ളത് അല്ലേ? അപ്പോൾ അത് ചിലപ്പോൾ ഈ 1 മണിക്കൂറിൽ നമ്മൾ ഈ സൗഹൃദം സ്ഥാപിക്കുന്ന ആദ്യത്തെ ഒരു ടെക്നിക്കിൽ മാത്രമേ നിൽക്കുകയുള്ളൂ. അപ്പോ അത് കഴിഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഏകദേശം ഒരു ധാരണയാണ്. ഇനി നമ്മൾ കൗൺസിലിങ്ങിന് ഇരിക്കേണ്ടത് സിറ്റിംഗ് കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് വ്യക്തിപരമായ കൗൺസിലിംഗ് ആണെങ്കിൽ
2 ചെയർ ഫേസ് ടു ഫേസ് നമ്മൾ ഇട്ടേക്കണം, ഒരു നിശ്ചിത അകലത്തിൽ. ഫേസ് ടു ഫേസ് ഒരു നിശ്ചിത അകലത്തിൽ ഇട്ടേക്കണം. അപ്പോ നമ്മള് ചിലപ്പോൾ ഒരു 2 ടേബിൾസ് അകലെയാണെങ്കിൽ നമുക്ക് പറയാം, ഞാൻ ഇത്രയും ഡിസ്റ്റൻസിൽ ഇരിക്കുന്നത് കൊണ്ട് താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടോ, അതോ ഞാൻ ഇച്ചിരി കൂടെ അടുത്തോട്ട് വരണമോ? ഇതിനിടയ്ക്ക് ഒരു ടേബിളോ മറ്റൊന്നും കാണാൻ പാടില്ല, ഒരു ബ്ലോക്ക് ഉണ്ടാകാൻ പാടില്ല. വ്യക്തിയെ മുഴുവനായിട്ട് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, വ്യക്തി സംസാരിക്കുമ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും, അവരുടെ വിരലുകൾ, മുഖഭാവം, കാൽ വിരലുകൾ, ഇതെല്ലാം നമ്മൾ വീക്ഷിക്കണം. അവർ ആംഗ്യ ഭാഷയിൽ അല്ലെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മളോട് എന്ത് ചെയ്യും, സംസാരിക്കണം. ഇതൊക്കെ നമുക്ക് വീക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ ഫേസ് ടു ഫേസ് അവരുടെ ഒരു പ്രയോറിറ്റി നമ്മൾ എന്ത് ചെയ്യണം, ചോദിച്ച് മനസ്സിലാക്കണം. ഇതെല്ലാം ആകുമ്പോഴേക്കും കൗൺസിലിംഗ് എന്ന വ്യക്തി ഒരു ധാരണയിലെത്തും. ഓക്കെ, എന്തായാലും എന്നെ സഹായിക്കാൻ ഈ വ്യക്തിക്ക് പറ്റുമെന്നൊരു ധാരണ കൗൺസിലിംഗ് ഉണ്ടാകും, അല്ലെങ്കിൽ സഹായം കൈപ്പറ്റാൻ വന്ന വ്യക്തിക്ക് ഉണ്ടാകും. അപ്പോൾ നമുക്ക് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ പ്രശ്നം എന്തുവാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരെ ഹർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. എല്ലാവരും ആ വ്യക്തിയെ പ്രശ്നക്കാരൻ എന്നാണ് ചിത്രീകരിച്ചത്, അല്ലേ? എനിക്ക് എന്തോ പ്രശ്നമുണ്ടോ, അതാണ് കൗൺസിലിന്റെ അടുത്ത് വന്നത് എന്നുള്ള ചിന്തയോടുകൂടിയാണ് കുഞ്ഞിരിക്കുന്നത്, അല്ലേ? അതിനേക്കാൾ ഉപരി കൊണ്ടുവന്ന വ്യക്തികളും ചിന്തിക്കുന്നത് ഈ വ്യക്തി എന്തോ മാരകമായിട്ടുള്ള പ്രശ്നം ഉണ്ടെന്നുള്ള ചിന്തയാണ്. അപ്പോ കൗൺസിലറും കൂടെ ആ വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ കൗൺസിലിങ്ങിന് ഇരിക്കുന്ന വ്യക്തിക്ക് താങ്ങാനാകത്തില്ല. അതിന് പകരം നമുക്ക് ഇങ്ങനെയും മൂക്ക് തൊടാം, തിരിച്ചും ഇങ്ങനെയും തൊടാം, അല്ലേ? പക്ഷെ പാടാണ്. അതുപോലെ താങ്കൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം ഒന്ന് വ്യക്തമാക്കാമോ, അല്ലെങ്കിൽ ഞാൻ ഏത് വിധത്തിലുള്ള സഹായമാണ് താങ്കൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് താങ്കളെ സഹായിക്കേണ്ടത്? പ്രശ്നം എന്നുള്ള പ്രശ്നം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യണമെന്നാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? കർത്താവ് യേശു ക്രിസ്തുവിന്റെ സംഭാഷണ രീതി അത് തന്നെയായിരുന്നു, അല്ലേ? വാട്ട് യു വാണ്ട് മീ ടു ഡു ഫോർ യു, ഞാൻ എന്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ സമീപനം കൗൺസിലിങ്ങിന്റെ ഒരു രീതിയായിരുന്നു, അല്ലേ? കർത്താവ് യേശു നല്ലൊരു കൗൺസിലറായിരുന്നു. ഞാൻ എന്ത് ചെയ്ത് തരണമെന്നാണ് നീ ഇച്ഛിക്കുന്നത്? നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. ഇനി കാട്ടത്തി മരത്തിൽ കയറിയുന്ന സക്കായിയുടെ മനസ്സ് കണ്ട് യേശുവിനെ മാത്രം കാണാൻ ആഗ്രഹിച്ച വ്യക്തിയെ അവന് മാനസാന്തരമൊക്കെ വരുത്തി, അല്ലേ? നീ ഭാവിയാണെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ ഇന്ന് ഞാൻ നിന്റെ വീട്ടില പാർക്കിൽ നിന്ന് പറഞ്ഞപ്പോ തന്നെ ഒരു മാനസാന്തരം അവനുണ്ടായി. അപ്പോ നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം ഒന്ന് വ്യക്തമാക്കാമോ, അല്ലെങ്കിൽ ഏത് വിധത്തിലുള്ള സഹായമാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നോർമലായിട്ട് പറയാൻ പോകുന്ന ആൻസർ ഇതാണ്. പ്രത്യേകിച്ച് മറ്റുള്ളവർ നിർബന്ധത്താൽ കൊണ്ടുവന്ന ഒരു വ്യക്തിയാണെങ്കിൽ പറയാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നും വിഷയമില്ല, എന്നെ ഇങ്ങോട്ട് എല്ലാവരും കൂടെ എന്നെ കൊണ്ടുവന്നു, ഞാനിവിടെ ഇരിക്കുന്നു. ഇതായിരിക്കും നോർമലായിട്ട് നിർബന്ധപൂർവ്വം വന്ന ഒരു ക്ലയന്റ് പറയുന്ന ഒരു ആൻസർ. അപ്പൊ നമ്മൾ അടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, വ്യക്തി പറയുന്ന കാര്യങ്ങളുടെ 3 കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം റെസ്പോണ്ട് ചെയ്യാൻ. വ്യക്തി പറയുന്ന വാക്കിന്റെ ഫീലിംഗ്, ഉള്ളടക്കം, മീനിങ്, ഫീലിംഗ്, കണ്ടന്റ്. പറയുന്നതിന്റെ അർത്ഥം, പറയുന്നതിന്റെ ഫീലിംഗ്, അനുഭവം, പിന്നെ അതിന്റെ ഉള്ളടക്കം. മീനിങ്, ഫീലിംഗ്, കണ്ടന്റ്. അപ്പൊ ഞാനൊരു സെന്റൻസ് പറയാം, അപ്പോ നിങ്ങളത് പറയണം, അതിന്റെ അർത്ഥവും ഫീലിംഗും കണ്ടന്റും. ഇപ്പൊ കൗൺസിലർ ചോദിക്കുകയാണ്, ഓക്കെ, നമുക്ക് ഇത്രയും സമയം ഇരുന്ന് പരിചയപ്പെടാനും പരസ്പരം അറിയാനും കഴിയും. വേണമെങ്കിൽ നമുക്ക് എന്നെ പറ്റി എന്ത് തോന്നുന്നു, അല്ലെങ്കിൽ പരിചയപ്പെട്ടിട്ട് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു വേണമെങ്കിൽ ഒന്ന് ചോദിക്കാം. അത് കഴിഞ്ഞിട്ട് ഏത് വിധത്തിലെ സഹായമാണ് നിങ്ങൾ എൻ്റെ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ
ചിലപ്പോൾ ഞാൻ കൗൺസിൽ ചെയ്യാന്ന് വെച്ചോ, നിങ്ങൾ കൗൺസിലറാണ്, ഞാൻ പറയാണ്, ഓ അങ്ങനെയൊന്നുമില്ല, ഞാൻ സ്കൂളിലൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു, എല്ലാവരും എന്നെ നിർബന്ധിച്ചു, മറ്റുള്ളവർ നിർബന്ധം സഹിക്കാതെ വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നു, എനിക്കൊരു പ്രശ്നമില്ല. ഇങ്ങനെയാണ് ഒരു വ്യക്തി പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തുവാ? അർത്ഥം എന്തുവായിരിക്കും? അദ്ദേഹത്തിന് പ്രശ്നമുണ്ട്. താല്പര്യമില്ല എന്നുള്ളതാണ്. ഏതാണ്? അദ്ദേഹത്തിന് കൗൺസിലിങ്ങിന് താല്പര്യമില്ല. പ്രശ്നമുണ്ട് എന്ന് ഓക്കെ. അദ്ദേഹത്തിന് പ്രശ്നമുണ്ട് അതിന്റെ എന്ന് മനസ്സിലായി. അർത്ഥം ഓക്കെ ഓക്കെ, ഞാൻ ചോദിച്ച He is അതിന്റെ അർത്ഥം not അല്ലേ? aware of his problem. യാ, അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എനിക്ക് ഇതിന് താല്പര്യമില്ല എന്നുള്ളതാണ് അല്ലേ? ഞാൻ താല്പര്യപ്പെട്ടില്ല വന്നത്. ഓക്കെ, ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. അതെ, എനിക്ക് പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഫീലിംഗ് എന്തുവാ? ഫീലിംഗ്, ആ പറഞ്ഞതിന്റെ ഒരു മാനസികാവസ്ഥ എന്തുവായിരിക്കും? നമ്മളാണ് പറഞ്ഞതെന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി. അതാരോ പറഞ്ഞു, താല്പര്യമില്ലായ്മ അല്ലേ? ഫീലിംഗ്, കണ്ടന്റ്, അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഓക്കെ. അപ്പോ ഇത് മൂന്നും ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളുടെ ഈ മൂന്ന് കാര്യവും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ പറയാണ്, ഇപ്പൊ എൻ്റെ അടുത്താണ് ആ വ്യക്തി പറയുകയാണെങ്കിൽ, ഓ അങ്ങനെയൊന്നുമില്ല, മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ട് ഞാൻ ഇങ്ങനെ സാറിന്റെ അടുത്ത് വന്നതേ ഉള്ളൂ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയും, ഓക്കെ, പുള്ളിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത് മറ്റുള്ളവർ പറയുന്നു എന്നുള്ളൊരു ചിന്തയാണ് അല്ലെ പുള്ളി അസ്വസ്ഥനാക്കുന്നത്. പുള്ളി ഒരു അസ്വസ്ഥനാണ്, ഫീലിംഗ് എന്ന് പറയുമ്പോൾ ഒരു അസ്വസ്ഥനാണ്, ഒരു നിസ്സഹായത പോലെ. ഓക്കെ, അപ്പോ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആ വ്യക്തി പറയും ഇല്ല അല്ലേ? പക്ഷെ മറ്റുള്ളവർ പറയുന്നു എനിക്കെന്തോ പ്രശ്നമുണ്ടെന്നല്ലേ? മറ്റുള്ളവർ പറയുന്നു എന്തോ പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഒരു നിസ്സഹായതയാണ് അല്ലേ? ഒരു നിസ്സഹായത. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറയുമ്പോൾ ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് പോലെ തോന്നുന്നുണ്ടാവാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ന് ഉറപ്പിച്ച് പറയരുത്, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവാം അല്ലേ? അല്ലെങ്കിൽ തോന്നുന്നുണ്ട്, തീർച്ചയായും. അപ്പോ അവര് ചിലപ്പോൾ ഒന്ന് പുഞ്ചിരിക്കുകയോ ഒന്ന് കരയുകയോ അല്ലെങ്കിൽ നമ്മുടെ ട്രാക്കിലേക്ക് വരും. എന്നെ ഒന്ന് മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ, മനസ്സിലാകുമ്പോൾ അവർക്ക് മനസ്സിലാകും, ഓ എന്നെ പഠിപ്പിച്ച ടീച്ചറോ എൻ്റെ അപ്പനോ അമ്മയ്ക്കോ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, പക്ഷെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു എന്ന് സാറിനെങ്കിലും മനസ്സിലായല്ലോ എന്ന് ഒരു ഫീലിംഗ് ഉണ്ടാകും. അപ്പോ ഇച്ചിരി ഒന്ന് അയോ വരും അല്ലെ? ആ ഒരു പിടിമുറുക്കത്തിൽ നിന്ന് അയോ വരും. അവിടെ ഓൾറെഡി റാപ്പോർട്ട് ബിൽഡിംഗ് നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോ ആ വ്യക്തി കൂടുതലായിട്ട് പറയാൻ, അപ്പൊ പിന്നെ ഓരോന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളുടെയും പറഞ്ഞു വരുന്നതിന്റെ അർത്ഥവും അതിന്റെ ആ പറയുന്നതിലുണ്ടാകുന്ന ഫീലിങ്ങും അതിന്റെ ഉള്ളടക്കവും ആ പറയുന്നതിന്റെ കണ്ടന്റും നമ്മൾ മനസ്സിലാക്കി വേണം റെസ്പോണ്ട് ചെയ്യാൻ. ആ വ്യക്തി ഒരു സെന്റൻസ് ആണ് പറയുന്നതെങ്കിൽ നമ്മുടെ റെസ്പോൺസ് ഒരു പാരഗ്രാഫ് ആകരുത്. എന്ന് പറഞ്ഞാൽ വ്യക്തിയെ കൊണ്ട് കൂടുതൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. സംസാരിക്കുന്നതിലൂടെ, എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെയാണ് ഹീലിംഗ് നടക്കുന്നത്. ചിലപ്പോ അവര് ഇമോഷൻ ഉണ്ടാകാം, കരയും, ചിലപ്പോൾ കണ്ണുനീരൊക്കെ വന്നെന്ന് വരാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? അവരെ അതിനുവേണ്ടി ആ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവരെന്ത് ചെയ്യുക? അനുവദിക്കുക എന്നുള്ളതാണ്. ഒരു നിസ്സഹായമായിട്ട് കരയുമ്പോൾ, കരഞ്ഞിട്ട് മൗനമായിരിക്കുമ്പോൾ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സങ്കടം, അടക്കാനാകാത്ത സങ്കടം മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ പല പ്രയാസങ്ങൾ മനസ്സിൽ അസ്വസ്ഥമാക്കാറുണ്ട് അല്ലെ? അപ്പോ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന പ്രതിസന്ധികളൊക്കെ ഓരോന്നോരോന്നായിട്ട് കെട്ടഴിക്കും അല്ലെ? അതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാനൊന്നും മനസ്സില്ല, എനിക്കൊരു താല്പര്യമില്ല, എന്റെ കൂട്ടുകാരൊന്നും ഞാൻ കൂട്ടുകൂടത്തില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കും അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഇങ്ങനെ. പിന്നെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട, പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ
ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. അപ്പൊ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കൗൺസിലർ എന്ത് ചെയ്യണം? ഒരു ന്യായാധിപനാകാതെ ആ വ്യക്തിയെ സഹായിക്കുന്നു എന്നുള്ള തോന്നലോടുകൂടെ, മതിപ്പോടുകൂടെ അവരെന്ത് ചെയ്യണം? വളരെ സാവധാനം കേട്ടിരിക്കണം. നിങ്ങൾക്ക് ബ്രേക്ക് വേണോ? 5 മിനിറ്റ് ബ്രേക്ക് വേണോ? അതോ കണ്ടിന്യൂ ചെയ്യാവോ? എങ്ങനെയാ? ഓക്കെ, ബ്രേക്ക് വേണമെങ്കിൽ ബ്രേക്ക് എടുക്കാം. ഒരു 5 മിനിറ്റ്, 5-10 മിനിറ്റ്. ഓക്കെ, മൗനസമ്മതം. അപ്പോൾ 10 മിനിറ്റ് ബ്രേക്ക്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിൽ കയറാം. ഓക്കെ.